കൊലപാതകത്തെ ജസ്റ്റിഫയബിൾ മർഡർ ആക്കാനായിരുന്നു ഈ ശ്രമം. ശിക്ഷ കിട്ടുമെന്ന് അറിയാം, കൂടിപ്പോയാൽ ജീവപര്യന്തം, അതായത് 14 വർഷം. അപ്പോൾ 38 വയസ്സൊക്കെ ആകുമ്പോൾ MA ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡിസ്റ്റിങ്ഷൻ നേടിയ തനിക്ക് തുടർന്ന് പഠിക്കണമെന്നും ഗ്രീഷ്മ ജഡ്ജിയോട് നേരിട്ട് അഭ്യർത്ഥിച്ചത്. മാതാപിതാക്കളുടെ ഏക മകളാണ്, തുടർന്ന് പഠിക്കണം, തനിക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല, അതിനാൽ നിയമം അനുശാസിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയെ തനിക്ക് നൽകാവൂ എന്ന് ഗ്രീഷ്മ അഭ്യർത്ഥിച്ചു. ഇത്തരമൊരു അഭ്യർത്ഥനയ്ക്ക് പിന്നാലെയാണ് ഷാരോണിനെ കുറ്റപ്പെടുത്തുന്ന പ്രതിഭാഗം വാദം കോടതി മുറിയിൽ നടന്നത്. എന്നാൽ ബ്ലാക്ക്മെയിൽ സ്വഭാവമുള്ള ചിത്രമോ വീഡിയോ ഒന്നും അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ക്കെതിരെ കുടുംബം നിയമ നടപടികൾ എടുക്കുന്നത് ആലോചിക്കുന്നുണ്ട്. കോടതിയിൽ വിശദമായി വാദമുന്നയിച്ച വിഷയങ്ങളിൽ നിയമ നടപടികൾ സാധ്യമാണോ എന്ന് ഗ്രീഷ്മയുടെ കുടുംബം പരിശോധിക്കും. ഷാരോണിനെ കുറ്റപ്പെടുത്തുന്ന പ്രതിഭാഗം വാദം കോടതി മുറിയിൽ നടന്നത്. എന്നാൽ ബ്ലാക്ക്മെയിൽ സ്വഭാവമുള്ള ചിത്രമോ വീഡിയോ ഒന്നും അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. വിധം ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു. ഇല്ലാതെ ആത്മഹത്യ ചെയ്യാനാണ് ഗ്രീഷ്മ ആദ്യം ശ്രമിച്ചത്.